Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Okay. Good evening. Good evening. എല്ലാവർക്കും good evening കേട്ടോ. Okay. Good evening, ma'am. Good evening. Prayer ആരാ ചെയ്യുന്നത്? Prayer. ആരിഫ. ആരിഫ. Yes, ma'am. Prayer ചെയ്യോ? Okay. Oh God, thank you for the beautiful nature. Nature has so many things to see.
You bless us with morning lights, and our ears are filled with songs of birds, and our noses are filled with the smell of flowers. Everywhere I look, I see a magic of God. Oh God, thank you for the beautiful nature. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ തുടങ്ങുന്നത്. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയും. പാർട്ട് 4 ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ PDF കിട്ടിയിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടോ? No, ma'am. ഇല്ലല്ലേ? ഓക്കെ, അയച്ചു തരൂ കേട്ടോ. പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4 യൂണിറ്റ് 1 ആണ് സ്കൂൾ മാനേജ്മെന്റ്. ഓക്കെ, ടീച്ചേഴ്സ് എന്ന രീതിയിൽ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് എന്തിന് വരുന്നത്, ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു PDF വരുന്നത് കേട്ടോ. സ്കൂളിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യാ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാ കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് ആ പോയിന്റുകൾ എഴുതിയേക്കണതില്ലേ, ക്ലാസ് റൂം മാനേജ്മെന്റ് തുടങ്ങി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡിൽ റീഡ് ചെയ്യുക ജസ്റ്റ്. ഓക്കെ, വായിച്ചോ? റീഡ് ചെയ്തോ? Yes, ma'am. ഓക്കെ, ആൽഫ ജേക്കബേ, എന്തൊക്കെയാ മോളെ അതിനകത്ത് വായിച്ചെന്ന് മനസ്സിലായത്? ആൽഫ ജേക്കബ്. Yes, ma'am. ആ, എന്താ മനസ്സിലായ കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് എന്താ തോന്നിയത്? ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓഫീസ് വർക്ക് ആവാം, ക്ലാസ് റൂം മാനേജ്മെന്റില്, പിന്നെ അവരെല്ലായിടത്തും ഇത് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് താഴെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, canvassing and propagandas, discipline maintenance, part and function and meeting, communication, financial assistance. ഇതെല്ലാം ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടുന്ന ഒരു സ്കൂളിൽ അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ജ്യോതി ഉദയ. Yes, ma'am. എന്താ ജ്യോതി വായിച്ചിട്ട് മനസ്സിലായത്? അപ്പോ ഇന്നത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു ടീച്ചർ പറയുമ്പോൾ അവർക്ക് ടീച്ചിങ് മാത്രമല്ല, ഒരു സ്റ്റാൻഡേർഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ അവര് ഒരു ക്വാളിഫൈഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനുള്ള ട്രെയിനിങ് കിട്ടിക്കാണും. ഒരു സ്കൂളിൽ എന്തൊക്കെയാണ് അപ്പാർട്ട് ഫ്രം ടീച്ചിങ് വേറെ എന്തൊക്കെ ഏരിയാസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് എന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ് ടീച്ചറിന്റെ ഒരു റോളാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്കൂളില് എന്തെല്ലാം ഏരിയാസ് ആണ് ഉള്ളത് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതിൽ ക്ലാസ് റൂം മാനേജ്മെന്റ്, പിന്നെ പ്രെമിസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, കാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗാൻഡാസ്, അതായത് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിന് പ്രൊമോട്ട് ചെയ്യാം, സോ ദാറ്റ് നമുക്ക് കൂടുതൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർട്ട് ഇൻ ഫങ്ഷൻ ആൻഡ് മീറ്റിംഗ്. ഇപ്പോൾ മീറ്റിംഗ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യണമെങ്കിൽ, പിന്നെ ആനുവൽ ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ സർവീസ് ആയിട്ടുള്ളതോ അങ്ങനെയൊക്കെ ഫങ്ഷൻസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻസ് മേ ബി വിത്ത് ദ പേരൻസ്
അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും ഇനി സ്കൂളിന്റെ പുറത്ത് ആരുടെ അടുത്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കൂടി കൊടുക്കാനുള്ള രീതിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഭാവന, എന്താ വായിച്ചിട്ട് മനസ്സിലായ ഭാവനെ? മുബീൻ, ആരെങ്കിലും ഒരാളും കൂടി ഒന്ന് പറഞ്ഞേ. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഗ്രാജുവേറ്റ് ആയത് കാരണം അവരുടെ മാനേജ്മെന്റ് അവരും കൊണ്ട് ടീച്ചിങ് മാത്രമല്ല മറ്റു വർക്കുകളിലും കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മറ്റു വർക്കുകൾ ചെയ്യുന്നത് കാരണം ക്ലാസ് കുറച്ച് കുറവായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്ലാസ് ഹവേഴ്സ് കുറവാണ്. അപ്പോൾ അവർക്ക് ഒരു ബിസി ഷെഡ്യൂളാണ് അവർക്കുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അല്ലേ? അതായത് ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അല്ലെ, KG ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യുന്നത്? അവര് കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണോ അവരുടെ ജോലി KG ടീച്ചേഴ്സിന്റെ? ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മോണ്ടിസോറി ടീച്ചറായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നെന്ന് വിചാരിക്കുക. കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതാണോ നിങ്ങളുടെ രീതി എന്ന് പറയുന്നത്? മാത്രമാണോ നിങ്ങൾ ചെയ്യുക അവിടെ? അല്ല, കുഞ്ഞുങ്ങളുടെ കാര്യം അവരുടെ നോക്കുക. പിന്നെ അതുപോലെ ഈ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസിങ്ങിന് വേണ്ടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ജോലി പോകുമെന്ന് പറഞ്ഞ് അവർക്ക് അതിന് കമ്പൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഓരോ ഭാഗത്ത് പോയി ക്യാൻവാസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ വേണം ക്ലാസ്സിൽ, അല്ലെങ്കിൽ സാലറി പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ആ ഒരു ടെൻഷനിലാവും അവർക്ക് ഉണ്ടാവുക. അതായത് ഒരു KG ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ കൂടുതലും കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? കുട്ടികളുടെ എന്താ പറയാ, അവര് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പഠിക്കുന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അതല്ലാതെ അതിന് പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളുടെ കാര്യത്തില്. കുഞ്ഞ് വന്നു കഴിഞ്ഞ്, ഇപ്പൊ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് വരികയാണ്, കുഞ്ഞ് വാനില് അല്ലെങ്കിൽ സ്കൂൾ വണ്ടിയിലായിരിക്കാം ചിലപ്പോ വന്നിറങ്ങുന്നത്. ആ ഒരു സമയം തുടങ്ങി കുഞ്ഞ് തിരിച്ച് ആ വണ്ടിയിൽ തിരിച്ചു കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഒരു KG ടീച്ചർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അത്രമേൽ റെസ്പോൺസിബിലിറ്റി ആണ് ആർക്കുള്ളത്? ഒരു KG ടീച്ചർ എന്ന നിലയിൽ ഒരു ടീച്ചർക്ക് ഉള്ളത്. അവര് കുഞ്ഞുങ്ങളുടെ പഠിപ്പിന്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അവരുടെ സ്റ്റഡിയിങ് ആക്ടിവിറ്റി മാത്രമല്ല, മറിച്ച് അവരുടെ ഫുഡിന്റെ കാര്യങ്ങൾ അല്ലെ? നമുക്കറിയാം സ്കൂളുകളിലൊക്കെ എന്താണ്, കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെന്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതായത് ചില കുട്ടികളൊന്നും എന്താണ് ശരിക്കും ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവില്ല, അതായത് കഴിക്കാനായിട്ട് എന്താ പറയാ കൂട്ടാക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക. അതുപോലെ തന്നെ ആർക്കും തന്നെ ഒരു ബാത്റൂമിലൊക്കെ പോകുന്ന ആ ഒരു എന്താണ് വാഷ്റൂമിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. മാത്രമല്ല അവരുടെ ഇപ്പോ നമുക്കറിയാലോ, ഇപ്പൊ KG തലത്തിലുള്ള ഇപ്പൊ LKG UKG 1ാം ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളൊക്കെ എന്താണ് സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് സമയമൊക്കെ എന്താണ് അവർക്ക് ആ ഒരു പൊരുത്തപ്പെടാൻ, അതൊന്നും എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് കുറച്ചൊരു ദിവസം എടുക്കും അല്ലെ? കാരണം എന്താണ് വീട് വിട്ട് എന്താണ് വേറൊരു സ്ഥാപനത്തിലേക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുവാണ്, അമ്മയും അച്ഛനെയൊക്കെ വിട്ടിട്ട് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടിയെ എന്താണ് നമ്മളൊന്ന് ഇണക്കിയെടുക്കാനായിട്ട് കുറേയധികം സമയങ്ങൾ നമുക്ക് വേണ്ടി വരും. അപ്പൊ ആ കുട്ടിയെ ഇണക്കിയെടുക്കാനും അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും, ഇപ്പൊ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കരയുന്ന കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന കുട്ടികൾ ഉണ്ടാവാം. ചില കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കും, ഒന്നെങ്കിലും ചോദിച്ചാൽ എന്താണ് പറയാതിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഈ ടീച്ചേഴ്സാണ്. അപ്പൊ അവർക്ക് പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ജോലി എന്ന് പറയുന്നത്, അതിനു പുറമെ ആ കുട്ടിയെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടിയാണ് ടീച്ചർമാർ എന്ന് പറയുന്നത്. ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഇതൊക്കെ കൂടി എന്താ പറയാ മൊത്തത്തില്, അതായത് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത് സ്കൂൾ മാനേജ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എങ്ങനെയാണ് ഒരു സ്കൂള്, ഒന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഇത് നമ്മൾ കൂടുതലും ഇന്ററാക്ഷൻ ആണ്, ഒരാൾ തന്നെയല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇനി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ത് പറയണം, ഈ കാര്യങ്ങളെ കുറിച്ച് പറയണം കേട്ടോ. ഒന്ന് ഇമാജിൻ ചെയ്യുക. ജ്യോതി ഉദയം ഒന്ന് പറയാ. ഒന്ന് ഇമാജിൻ ചെയ്യാം മോളെ, ഒരു സ്കൂളിൽ നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാല് അവിടെ ചെല്ലുകയാണ്, ഫസ്റ്റ് ക്ലാസ് റൂമിൽ ചെല്ലുകയാണ്, ആദ്യത്തെ ഡേ ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കുക?
കുഞ്ഞു മാം കുട്ടികളെ ഞാന് പഠിപ്പിക്കുന്നതാണ് കേട്ടോ, വലിയ കുട്ടികളെ അല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഞാന് മുമ്പേ ഒരു ഊട്ടിയിൽ പഠിപ്പിക്കുമ്പോ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ. ഒരു 4 years. അപ്പോ അവിടെ എങ്ങനെയാ വെച്ചാല് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആണ്. അപ്പൊ ആ. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യും വേണം. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവര് നമ്മളിപ്പോ ഡേ ഡ്യൂട്ടി എന്ന് പറയും. ഓരോ ടീച്ചറിനും ഓരോ ഡ്യൂട്ടിയാണ് ഓരോ ദിവസം. ആ. അപ്പോ എനിക്കുള്ള ഡ്യൂട്ടി ദിവസം ഞാൻ രാവിലെ തന്നെ പോയിട്ട് എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ടോ ഇല്ലേ നോക്കണം അന്നത്തെ ദിവസം. അപ്പോൾ എന്തെങ്കിലും ടീച്ചർ ആബ്സെന്റ് ആണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം ഞാനാണ് നോക്കേണ്ടത്, കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോ രാവിലത്തെ ലിസ്റ്റ് ഒന്ന് വായിക്കും ഞാൻ മുമ്പ് തന്നെ. അവിടെ ഡൈനിങ് ഹാൾ ഉണ്ടാവും, കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കും. ഓരോ ടേബിളിൽ ഓരോ ടേബിൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഭക്ഷണം 3 meals കഴിക്കുമ്പോഴും ഓരോ ടീച്ചർ ആ ടേബിളിലുള്ള ടീച്ചർ ചെക്ക് ചെയ്യണം കുട്ടികൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ. ആ പ്ലേറ്റിൽ എന്തെല്ലാം എടുത്തോ അത് ഫുള്ള് അവർ കഴിച്ചു തീർക്കണം. അപ്പൊ അത് ആ ടേബിൾ ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ ആ ഡൈനിങ് ഹാൾ മൊത്തം ചുറ്റി കറങ്ങി നോക്കണം, എല്ലാ കുട്ടികളും കഴിച്ചിട്ടുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയാസിന്റെ അവിടെ വന്നിട്ട് അന്നത്തെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കേൾക്കും. അപ്പോൾ ഏതൊക്കെ കുട്ടികൾ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും അന്നത്തെ ദിവസം എന്താണ് വേണ്ടതെന്ന്. എന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടെങ്കിൽ അന്നത്തെ ക്ലാസ് ആ നേരത്തെ ക്ലാസ് ക്യാൻസൽ ആവും. അപ്പോൾ അത് കുട്ടികൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും, പ്രിപ്പയർഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഓരോരുത്തരും ഓരോ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സസ് എല്ലാ ക്ലാസ്സും ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് ബെൽ ആവണേന് മുമ്പേ എല്ലാ ക്ലാസ്സും ഒന്ന് റൗണ്ട് ചെയ്യും. എല്ലാ ടീച്ചേഴ്സും എല്ലാ ക്ലാസ്സിലും വന്നിട്ടുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യും. സമയത്തിന് ക്ലാസ് എടുക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ പിന്നെയും ഞാൻ പോയിട്ട് ലഞ്ച് ടൈമിൽ പിന്നെയും ഹാളിൽ പോയിട്ട് ചെക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് റൂമിൽ എന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലെസൺ പ്ലാൻ ഉണ്ടാവും. എന്താണ് അന്ന് ഞാൻ എന്താണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 week മുമ്പേ എന്നെ എഴുതി ഒരു ബുക്ക്, ഞങ്ങൾക്ക് ഒരു ബുക്ക് തരും. ലെസൺ പ്ലാനിൽ നമ്മൾ ഡേറ്റ് എഴുതുക, അന്നത്തെ ക്ലാസ് എന്താ ഞാൻ എടുക്കാൻ പോണത്. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, പിന്നെ ലേണിംഗ് ഔട്ട്കം എന്താണ്, കുട്ടികൾക്ക് അത് പഠിച്ചുകൊണ്ട് എന്താണ് ലേണിംഗ് ഔട്ട്കം. പിന്നെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ആദ്യം തന്നെ ഞാൻ പറയും, ഇതുകൊണ്ട് എന്താണ് കുട്ടികൾ പഠിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ എക്സ്പീരിയൻസ് എന്താ ആ ക്ലാസ്സിലത്തെ, അതാണ് ലേണിംഗ് ഔട്ട്കം. എന്തെങ്കിലും കുട്ടികൾക്ക് എന്ത് വർക്ക് അസൈൻമെന്റ് കൊടുത്തു, ആ ക്ലാസ് എടുത്തിട്ട് ഞാൻ എന്ത് അസൈൻമെന്റ് കൊടുത്തു. അങ്ങനെ ഓരോ ക്ലാസ്സിനും ഞങ്ങൾക്ക് ലെസൺ പ്ലാനും കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഓരോ വീക്ക് കഴിയുമ്പോൾ ഞങ്ങൾ ആ ബുക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കോർഡിനേറ്ററിന് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അന്ന് ഞാൻ ആ വീക്കിൽ ഞാൻ എന്തൊക്കെ ക്ലാസ് എടുത്തു അതൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മന്ത്ലി പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇരിക്കും. വന്നിട്ട് നമ്മള് ഒരു ഇൻസ്പെക്ഷൻ ആണ്, വന്നിട്ട് ഇരുന്നിട്ട് ക്ലാസ് ഒക്കെ നോക്കും എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും കുട്ടികൾ പിന്നെയും റൂമിലേക്ക് അവരുടെ ഡോമിലേക്ക് പോയിട്ട് അപ്പോഴും പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ഞാൻ പോയിട്ട് ഡോം പേരന്റിന്റെ അടുത്ത് കോർഡിനേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും വയ്യായ ഉണ്ടോ, ഏതെങ്കിലും കുട്ടിക്ക് വയ്യായ ഉണ്ടെങ്കിൽ അത് ഞാൻ നോട്ട് ചെയ്തിട്ട് ആ കുട്ടിയെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക. മെഡിസിൻസ് എന്തൊക്കെയാ കൊടുത്ത് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് എഴുതി വെക്കണം. അത് നൈറ്റ് വരെ ഈ ഡ്യൂട്ടി 8 മണി വരെ ഉണ്ടാവും. അപ്പൊ ഡിന്നറും കൂടി കഴിഞ്ഞിട്ട് 8 മണിക്ക് ഡിന്നർ കഴിയും. അത് കഴിഞ്ഞ് പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ, മരുന്ന് കൊടുക്കുന്ന കുട്ടികൾ പിന്നെയും അവിടെ പോയിട്ട് അവര് എല്ലാം ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അതോടെ എന്റെ ഡ്യൂട്ടി കഴിയും. 8:30 വരെ ഉണ്ടാവും. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങി ഇങ്ങനെ 8-8:30 വരെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഫുള്ള് നമുക്ക് ഈ കുട്ടികളുടെ കാര്യം തന്നെയാണ് ആ ഡേ മൊത്തം നോക്കാനുള്ളത്, ഡേ ഡ്യൂട്ടി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.
അപ്പൊ ഞാനിത് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അതായത് ഇപ്പൊ ജ്യോതിയുടെ ഒരു എന്താ പറയാ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ജ്യോതി പറഞ്ഞത്. ജ്യോതിക്ക് ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്കും കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തന്നത്. നിങ്ങളിപ്പോ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കൂൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജ്യോതിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മളൊന്ന് മുൻകൂട്ടി എന്താണ് ഇതൊക്കെ ഒന്ന് കേട്ട് അറിഞ്ഞു പോയി കഴിഞ്ഞാല് നമ്മൾക്ക് കുറച്ചും കൂടി എന്താണ് ഈസി ആയിരിക്കുള്ളൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്കൂളില്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കേൾപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ലീവ് ചെയ്ത് പോകാതിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അംഗൻവാടിയില് ജോലി ചെയ്തിരുന്ന ആരോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരായിരുന്നു അത്? അംഗൻവാടിയിൽ വർക്ക് ചെയ്തിരുന്ന ആരോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? രതിയാണോ? ആ ഓക്കെ, രതിയുടെ ഒരു ആ റൂട്ടീൻ ഒന്ന് പറയാമോ? അംഗൻവാടിയില് കുട്ടികള് വന്ന് തുടങ്ങി, അതായത് ആ കുട്ടികൾ വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ചെല്ലണമല്ലോ, ആ ഒരു സമയം തുടങ്ങിയിട്ട് പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞ് രതി അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള ആ ഒരു കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രാവിലെ ചെല്ലുമ്പോ ഹെൽപ്പർ ഉണ്ടാവും കൂടെ, എങ്കിലും ഹെൽപ്പർക്ക് കുറച്ചൊക്കെ നമ്മളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അവരിത്തിരി പ്രായമായത് കൊണ്ട് അപ്പൊ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിയുമ്പോ കുറെ നേരം അവരോട് സംസാരിച്ചിരിക്കും. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ നിൽക്കുള്ളൂ. അതിനുശേഷം അവിടെ ഒരു ബുക്കുണ്ട്, അങ്കണ കുമ്മിഴാന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്തുള്ള ഓരോ തീമുകളുണ്ട് ഓരോ മാസത്തിലും. അതനുസരിച്ച് അവർക്ക് പാട്ട്, ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അവരുടെ ഫുഡിന്റെ കാര്യം ഹെൽപ്പർ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതും കൂടി ചെയ്തു കൊടുക്കണം. പിന്നെ അവർക്ക് കളേഴ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അക്ഷരങ്ങളെ എഴുതാൻ പഠിപ്പിക്കും. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഓരോ തീമിന്റെ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറയും. അവരെ കൊണ്ട് തന്നെ പാടിക്കുകയും ഒക്കെ ചെയ്യും. സുഖമില്ലേ രതിക്ക്? സുഖമില്ലേ? പനി എന്തെങ്കിലും ആണോ? ഇല്ല, ശ്വാസം മുട്ട് ഭയങ്കര. പറയണ്ട, മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? കൂട്ടത്തില് സ്കൂളിൽ വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭാവന, ഒന്ന് പറഞ്ഞേ മോളെ, ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞേ. എങ്ങനെയാണ് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതല് കഴിയുന്നത് വരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ. സ്കൂളില് നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ ആദ്യം അവിടുത്തെ കുട്ടികളെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. അതുപോലെ അവർക്ക് എന്തേലും ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ എന്തേലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. ഇപ്പൊ മുമ്പേ തൊട്ടേ എന്തേലും കുഞ്ഞിലെ തൊട്ടേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അവർക്ക് എന്തേലും വെക്കുന്ന എന്തേലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റ് വേണം തോന്നുന്നു അല്ലെ ടീച്ചർ? പിന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെ ചിലപ്പോ അവരുടെ പേരൻസിനെ ആണെങ്കിലും നമ്മള് അവർക്ക് ഒരു ബോധവൽക്കരണം പോലെ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോ ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ചില കുട്ടികളുടെ വീട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോ അവരുടെ വീട് വിസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അവരുടെ ഫുഡിന്റെ കാര്യങ്ങളും അവര് ഹെൽത്തി ഫുഡ് ഒക്കെ നമുക്ക് അവര് കഴിക്കുന്നുണ്ടോ, അവര് പ്രോപ്പറായിട്ട് ലഞ്ച് ടൈമില് ഫുഡ് കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആക്കണോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അവരോട് സ്നേഹത്തിലും പേഷ്യൻസ് ആയിട്ടും അവരോട് ബിഹേവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ. അപ്പൊ അതിനകത്ത് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിനകത്ത് പറയുന്നത്. ആദ്യം പറയുന്നുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് നമ്മളൊരു ക്ലാസ്സിൽ നടത്തേണ്ട കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അതാണ് എന്താ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ അതായത് ഇപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി ആ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, അതിന് പുറത്തേക്കും എന്ത് വരുന്നുണ്ട്, ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാല് കുട്ടി ഇരിക്കുന്നത് മുതൽ, അതായത് സീറ്റിംഗ്, അത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ് കേട്ടോ. സീറ്റിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടിക്കും ഓരോ കുട്ടികളുടേതായിട്ടുള്ള, അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുക. ദെൻ പെയർ ആൻഡ് ഗ്രൂപ്പ് വർക്ക്, അതായത് ക്ലാസ്സിൽ ചിലപ്പോ സ്കൂളുകളിൽ പ്രയർ ഉണ്ടാവും, അതുകൂടാതെ ചില ക്ലാസ്സുകളിൽ പ്രയർ ടീച്ചേഴ്സ് നടത്തുന്നുണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോ അതായത് പ്രയർ പാടിക്കുക, അതുപോലെ തന്നെ അവരെ കൊണ്ട് ഗ്രൂപ്പ് വർക്കുകൾ ചെയ്യിക്കുക, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. ദെൻ യൂസേജ് ഓഫ് റിസോഴ്സസ്, അതായത് അവിടെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചുകൊണ്ട് കുട്ടികളെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുക. ദെൻ ടൈം ടേബിൾ, ഒരു എന്താ പറയാ, ആ ഒരു ക്ലാസ് റൂമിന് ഒരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ. ഇന്ന സബ്ജക്റ്റിന് ഇന്ന ടീച്ചർ, ഇന്ന എന്താ, അങ്ങനെയൊക്കെയുള്ള ഓരോ ടൈം പീരീഡ് അനുസരിച്ചൊരു പ്രത്യേക സബ്ജക്റ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, അതും എന്തിൽ വരുന്നുണ്ട്, ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് റൂം നോംസ്, നിയമങ്ങള്, അതായത് കുട്ടികൾക്ക് എന്താണ് കുറച്ച് നിയമങ്ങൾ ഉണ്ട് അല്ലെ. അതായത് ഇപ്പോ ക്ലാസ് റൂം തുടങ്ങുന്നത് മുതൽ ക്ലാസ് അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികൾ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങള്. പിന്നെ ടീച്ചേഴ്സ് വരുമ്പോഴെന്താണ്, എണീറ്റ് നിൽക്കുക, എന്താ പറയാ, ഗുഡ് മോർണിംഗ് പറയാ, ദെൻ പോകുമ്പോൾ എന്ത് ചെയ്യാ, അവർക്ക് എന്താണ് ഒരു താങ്ക് യു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് എന്താ പറയാ, ബിഹേവ് ചെയ്യേണ്ട രീതികള്, പാരന്റ്സിനോടായാലും ബിഹേവ് ചെയ്യേണ്ട രീതികൾ. അപ്പൊ ക്ലാസ് റൂമിന് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ വരുന്നത് എന്തിലാണ്, ക്ലാസ് റൂം മാനേജ്മെന്റിലാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മള് കുട്ടികളെ എന്ത് ചെയ്യണം, ബോധവാന്മാരാക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ ടീച്ചേഴ്സ് മൂവ്മെന്റ്, അത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ടീച്ചേഴ്സ് ഒരു പ്രത്യേക രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുക പഠിപ്പിക്കുമ്പോ. കാരണം എന്താ, നമ്മൾ നോക്കി കണ്ട നമ്മളെപ്പോഴും ഭയങ്കര എന്താ പറയാ, നമ്മൾ ഭയങ്കര കൺസേൺ ആയിരിക്കും. നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ മൂവ്മെന്റിന് അവിടെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഒരു ക്ലാസ് റൂമിന്റെ നടത്തിപ്പിൽ തന്നെ എന്തുണ്ട്, ടീച്ചേഴ്സിന്റെ മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ചാർട്ട്, മോണ്ടിസോറിയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, അതായത് ഓരോരോ കാര്യങ്ങള് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല, അതിന് പകരമായിട്ട് നമ്മള് എന്താ പറയാ, ചില മെത്തേഡ്സിലൂടെ, അതായത് ഇപ്പൊ നമ്പർ ചാർട്ടിങ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് കുട്ടികളുടെ മുമ്പില് പ്രസന്റ് ചെയ്യണം. ഓക്കെ. അറിയാലോ നിങ്ങൾക്ക്, ദിക്ഷ പറഞ്ഞു തന്നിട്ടില്ലേ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങളും. അതായത് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ കൊണ്ട് ആ ഒരു ഐഡിയ അവരിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് ഈ ഒരു സംഭവം, അതായത് ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു സംഖ്യ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് കിട്ടുന്നതെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക. എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അതുപോലെ തന്നെ പല പല പിക്ചറുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികളിലേക്ക് നമ്മൾ ആ ഒരു എന്താ പറയാ, എന്താണ് ആ ഒരു ഇതെന്ന് നമുക്കൊരു ഐഡിയ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. അത് ടീച്ചേഴ്സ് ബ്ലാക്ക് ബോർഡിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും. അതുപോലെ തന്നെ ഗ്ലോബ് ഉപയോഗിച്ചിട്ട്, നമുക്കറിയാം നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് നമ്മൾ വന്നിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഓരോ ഏരിയ, ഓരോ എന്താ പറയാ കോണ്ടിനെന്റ്സ്, അതുപോലെ തന്നെ കൺട്രീസ്, ഇവിടെ അതിന്റെയൊക്കെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഗ്ലോബ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ
പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എന്ത് കുട്ടികളിൽ കൂടുതൽ ഐഡിയാസ് വരുന്നത്. ഇങ്ങനെയാണ്, ഇവിടെ ഇന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ കടൽ അവിടെയാണുള്ളത്, കര എവിടെയാണുള്ളത്, അങ്ങനെയുള്ള ഒരു ഐഡിയ വരുന്നത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഓക്കെ, ദെൻ ഒബ്സർവ് ചെയ്യുക, കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. ഓരോ കാര്യങ്ങളും ആ ക്ലാസ് റൂമിനെ അപേക്ഷിച്ച് അവിടെയുള്ള ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ്, കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അതായത് നമ്മൾ ഒരു കാര്യം കുട്ടികളിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ, മറിച്ച് അതെത്രമാത്രം അവർക്ക് ആപ്ലിക്കബിൾ ആയി അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായി എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ആൻസേഴ്സ് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായെന്ന് നമുക്ക് ക്ലിയർ ആവും. പല ടീച്ചേഴ്സും പല രീതിയിൽ ആണ് ഉണ്ടാവുക. ചില ടീച്ചേഴ്സ് നല്ല ഗുഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടികൾക്ക് ക്ലിയർ ആകും. ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എന്തോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ബിഹേവിയർ, അവരുടെ അപ്പിയറൻസ് ഒക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും. അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ടീച്ചർ എന്നതിനേക്കാൾ ഉപരി ആ ഭംഗിയുള്ള ടീച്ചറാണ്, ഓക്കെ, ബ്യൂട്ടിഫുൾ ആണ് ടീച്ചറെ കാണാൻ, ആ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്ന കൂടി ഉണ്ടെങ്കിലോ നമുക്ക് കൂടുതലായിട്ട് ആ ടീച്ചറോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നും അല്ലെ. നല്ല ക്ലാസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഒക്കെ നമ്മൾ പറയും ആ ടീച്ചറിന്റെ ക്ലാസ് നല്ലതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളൊരു അഭിപ്രായം വരും. ഇനി അതല്ല, ഇത്തിരി എന്താ പറയാ കഴിവ് കുറഞ്ഞ ടീച്ചേഴ്സും ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയുന്നില്ല. എല്ലാ സ്കൂളിലും കുറച്ച് ടാലന്റ് കൂടിയ ടീച്ചേഴ്സും ഉണ്ട്, ടാലന്റ് കുറഞ്ഞ ടീച്ചേഴ്സും ഉണ്ട്. അപ്പോ ടാലന്റ് കുറഞ്ഞ ടീച്ചേഴ്സിനെ നമ്മൾ താഴ്ത്തി കിട്ടുന്നില്ല കേട്ടോ. പകരം അവരെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി അവരിലേക്ക് എന്താണ് അവരെ ഗ്രോ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതൊരു ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത് സ്കൂളുകളിൽ. ഇപ്പോ ടാലന്റ് കുറഞ്ഞ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ പുറകോട്ട് മാറ്റി നിർത്താതെ അവരെയൊക്കെ എന്താണ് മുമ്പിലോട്ട് കൊണ്ടുവന്ന് മുൻനിരയിലോട്ട് കൊണ്ടുവന്ന് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റും അറ്റൻഡ് ചെയ്യിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നു, ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതെന്തായാലും ഇപ്പൊ ഫസ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത് നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓരോ ദിവസം അത് ചെയ്ത് വരുമ്പോൾ യൂഷ്വലി എന്താവും, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. പിന്നെ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ, കുട്ടികളിൽ ഏറ്റവും എന്താ പറയാ അവർക്ക് കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് പഠിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ കുറച്ച് വെജിറ്റബിൾസ് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് വെജിറ്റബിൾസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, പൊട്ടറ്റോ, അതുപോലെ ടൊമാറ്റോ, ദെൻ പംകിൻ, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യിപ്പിക്കുക, അത് സ്ക്രീനിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ദെൻ അതിന്റെ ഫോട്ടോ ഒന്ന് വലിയ രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ എഫക്റ്റീവ് ആണത്. നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ആഴ്ചയോ 2 ആഴ്ച മുമ്പോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? അതായത് മൊബൈലിൽ സെൽഫി സ്റ്റിക്ക് വെച്ചുകൊണ്ട്, അതായത് ആ ഒരു വശത്ത് ബ്ലാക്ക് ബോർഡിന്റെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ക്രീൻ, അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. കാ, കീ, കൂ, കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്താ, ഒരു എന്തോ ഒരു സംഭവം പുതുതായിട്ട് കാണുകയാണ്. സാധാരണ ബ്ലാക്ക് ബോർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താ, കുറച്ചും കൂടി പുതിയ നല്ലൊരു രീതിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, അതായത് പ്രസന്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാല്
ഭയങ്കര എന്താ പറയാ കൂടുതൽ നല്ലതാണത്. എഫക്റ്റീവ് ആയിട്ടൊരു ഇത് ഉണ്ടാക്കും. എന്താ പറയാ ഭയങ്കരമായിട്ട് കുട്ടികൾ ഇപ്പൊ തീരെ താഴ്ന്ന ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രീതികളിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതാവണം, അവർക്ക് കൂടുതൽ അത് തലയിൽ കയറുന്നാണ് പറയുന്നത്, മെമ്മറൈസ് ആവും എന്നാണ് പറയുന്നത്. അപ്പൊ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി എന്ത് ചെയ്യണം, കുറച്ച് നിങ്ങളിപ്പോ പഠിപ്പിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യാതെ കുറച്ചും കൂടി എന്താ പറയാ കുട്ടികളെ, ഇന്നത്തെ കുട്ടികളാണ്, അവരോട് യോജിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ. ദെൻ സോഷ്യൽ സ്കിൽസ് വളർത്തിയെടുക്കുക. അവർക്ക് സ്കിൽസ് ധാരാളം ഉണ്ടാവും അല്ലെ. ഇപ്പൊ അവർക്ക് പടം വരയ്ക്കാൻ അറിയുന്നുണ്ടാകും, അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയുന്നുണ്ടാകും, ചിലവർക്ക് അഭിനയിക്കാൻ അറിയുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ധാരാളം ഉണ്ട് അല്ലെ. പക്ഷെ അതിന് പുറമെ നമ്മൾ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഒരു സൊസൈറ്റി, ഒരു എന്താ പറയാ ഒരു പേഴ്സൺ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഒരു എന്താ പറയാ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്, ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ അറിയാല്ലേ, നമ്മുടെ കൂടുതൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അർജുനെ തേടിയുള്ള ഒരു യാത്ര. നിങ്ങൾ കണ്ടില്ലേ, ന്യൂസിലൊക്കെ കണ്ടില്ലേ? കണ്ടല്ലേ? ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, സന്നദ്ധ പ്രവർത്തകർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലയാളി ഇവിടെ പോയിട്ടുണ്ട്, രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആളെന്താണ്, അതായത് ഇതിനു വേണ്ടി മാത്രം കുറേയധികം ദുരന്തങ്ങളിൽ അയാൾ ഇതുപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. യാതൊരുവിധ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മേടിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രവൃത്തി അദ്ദേഹം അവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതായത് സന്നദ്ധ സേവനം അല്ലെങ്കിൽ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം അത് എത്രയെന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സമൂഹമായിട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആർമി ആയാലും നേവി ആയാലും എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, ഫയർഫോഴ്സ് ആയാലും ധാരാളം കാര്യങ്ങള് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വളർന്നു വന്നാല് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. സോഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് അവരില് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. ദെൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ക്ലാസ് റൂം തുടങ്ങി കഴിഞ്ഞാൽ കുട്ടി പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അതായത് ഇപ്പൊ ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ബാഗ് സൂക്ഷിക്കുക, അതുപോലെ തന്നെ യൂണിഫോം എന്താണ് കൃത്യമായിട്ട് എന്താ പറയാ അത് ധരിച്ചിട്ട് വരാൻ പറയാ, അതുപോലെ തന്നെ എന്താണ് ഡെയിലി കുളിച്ചിട്ട് വരാനായിട്ട് പറയാം. ചില കുട്ടികളൊക്കെ നമുക്കറിയാം, ചില കുട്ടികളെ കണ്ടാൽ അറിയാൻ പറ്റും, ചില കുട്ടികൾ കുളിക്കുന്നുണ്ടാവില്ല ഡെയിലി ഒന്നും, ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും കുളിക്കുന്നത്. പാരന്റ്സ് ഒക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പൊ കുളിക്കാനുള്ള കുട്ടി കുളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ചില അമ്മമാർക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം, തനിയെ സ്വയം പര്യാപ്തനാക്കണം. എല്ലാ കാര്യങ്ങളും അവരോട് സ്വയമേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ചെറുപ്പത്തിലേ തുടങ്ങി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിഫോം ധരിക്കുന്ന കാര്യങ്ങള്, ഷൂ ധരിക്കുന്ന കാര്യങ്ങള്, സോക്സ് ധരിക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ ഐഡന്റിറ്റി കാർഡ് ഇടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിവർന്നിരിക്കാനും, അതുപോലെ തന്നെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവരെ കേട്ടിരിക്കാനും, അവിടെയുള്ള എന്താണ് പറയാ അതായത് സൈലൻസ് കീപ്പ് ചെയ്യാനും, അങ്ങനെയുള്ള സാമാന്യ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓക്കെ. പിന്നെ ബോഡി ലാംഗ്വേജ്, കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക, അതായത് ടീച്ചേഴ്സ് വരുമ്പോൾ അവരോട് റെസ്പെക്റ്റിൽ സംസാരിക്കുക, പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവരോട് എന്താണ് അധികം ഒച്ച വെക്കാതെ കാമായിട്ട് സംസാരിക്കാനൊക്കെ എന്ത് ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ക്ലാസ് റൂം മാനേജ്മെന്റിൽ കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ?
ഇല്ല? ജ്യോതിക്ക് പറയാനുണ്ടോ? ജ്യോതി ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മാം. ഈ എക്സ്ട്രാ ഇല്ല. കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ആ. അങ്ങനെ ചില കുട്ടികൾക്ക് കഴിവുണ്ടാവും, പക്ഷെ അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവരിക. കൂടുതൽ അങ്ങനത്തെ ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അക്കാഡമിക്സ് മാത്രമല്ല, ഇതിലും കൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉം. ചെയ്യിപ്പിക്കുക. ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ അടുത്തത് വരുന്നത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, അതായത് സ്കൂൾ ഇരിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാ വരിക? മുബീന പോയോ? എന്തൊക്കെയാ വരിക മോളെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക? മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ ആദ്യം ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുട്ടികളോട് ഇപ്പം ബെഞ്ച്, ഡെസ്ക് അതൊക്കെ നീറ്റായിട്ട് വെക്കാനും, അതുപോലെ എക്യുപ്മെന്റ്സ് ഒന്നും കേടുവരുത്താതെ അങ്ങനെ വെക്കാൻ പറയാം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ സ്കൂളിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ക്ലാസ്സിനോട് ചേർന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ വിൻഡോസ് അങ്ങനെയുള്ളതൊക്കെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടച്ചിടാനും, പിന്നെ ഇലക്ട്രിക്കൽ ഫാന്, ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചില കുട്ടികളുണ്ടല്ലോ അതൊക്കെ എന്തെങ്കിലും ചെയ്ത് അപ്പൊ അതിനൊരു വാർണിംഗ് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും ഒരു ശ്രദ്ധ ടീച്ചേഴ്സിന് ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ പുറത്തേക്കാണെങ്കിൽ സ്കൂളിന്റെ എക്സ്ട്രാ ബിൽഡിങ്സ്, ഇപ്പൊ ക്ലാസ് റൂം തികയാതെ വന്നാലൊക്കെ ഇപ്പം ടീച്ചേഴ്സിനെ വെച്ച് മീറ്റിംഗ് ഒക്കെ വെച്ച് അവർക്ക് അതിനുള്ള ഒരു ഇപ്പം കുട്ടികൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറെ ബിൽഡിങ്ങിന് മാനേജ്മെന്റിനോട് സംസാരിച്ച്, അല്ലെങ്കിൽ ഇപ്പം ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുമ്പം അതിലും കുട്ടികളോടൊക്കെ പറഞ്ഞ് ഇതാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെന്റിനെ അറിയിക്കുക. കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ആദ്യമുള്ളതാണ് ക്ലീനിങ് കോമൺ ഏരിയാസ്. ഓക്കെ, അതായത് സ്കൂളിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം എന്താ, കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലെ, നമ്മൾ എന്താണ് ശുചിത്വം പാലിക്കണം, ക്ലീൻ ആയിട്ടായിരിക്കണം ഓരോ ഏരിയകളും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ഇടേണ്ടത്. Then inspecting, repairing and maintaining electrical systems, plumbing, elevators and all of the building system. ഓക്കെ, അതായത് ഇപ്പൊ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം അല്ലെ, അതായത് സ്കൂൾ കെട്ടിടം അല്ലെങ്കിൽ അംഗൻവാടി കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോരോ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ മഴക്കാലത്തൊക്കെ ആയാലും ഇപ്പൊ സ്കൂളിന്റെ ഓട് അല്ലെങ്കിൽ വളരെ ചുരുക്കമാണ് ഇപ്പോ ഓട് മേഞ്ഞ സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത്. എന്നാലും നമ്മൾ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കെട്ടിടങ്ങളാണ് കാണാനായിട്ട് സാധിക്കുക, ഓട് മേഞ്ഞതൊക്കെ. അപ്പോ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എന്താ പറയാ, മരം വീണ് ഓട് പൊട്ടി ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു, അല്ലെങ്കിൽ എന്താ പറയാ സ്കൂൾ കെട്ടിടത്തില് മരം ചാഞ്ഞു വീണിട്ട് ആകെ പൊളിഞ്ഞ് എന്താ പറയാ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. അങ്ങനെയുള്ള കൂടുതൽ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഉണ്ടായില്ലേ മാം, ഒരു പാമ്പ് കടിച്ചില്ലേ ഒരു കുട്ടീനെ മെയിന്റനൻസ് നടത്താതെ ക്ലാസ് റൂം? അതെ 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 അതെ, പാമ്പ് കടിച്ച്. അത് എന്നായിരുന്നു? അത് എന്നാന്ന് ഓർമ്മയില്ല. 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പാണ് ആ പാമ്പ് കടിച്ചു. ഓക്കെ ഓക്കെ. അത് മെയിൻ്റെനൻസ്, അത് തന്നെ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ നടത്താത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ കുട്ടി മരണപ്പെടാൻ ഇടയായത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കറക്റ്റ് സമയത്ത് നടത്തുക.
ഓക്കെ, നമ്മൾ സ്കൂള് തുറക്കുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, പെയിന്റിങ്ങും കാര്യങ്ങളും മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നത് അല്ലെ. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഒരു അധ്യയനം ആ ഒരു അക്കാദമിക് ഇയർ തീരുന്നത് വരെ എന്ത് ചെയ്യും, നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ പുതിയൊരു അക്കാദമിക് ഇയർ തുടങ്ങുമ്പോഴാണ് കുട്ടികളെ കൂടുതലായിട്ട് ക്യാൻവാസ് ചെയ്യാനും കുട്ടികൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാനും വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴാണോ ഇടക്കിടക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആ ഒരു കെട്ടിടത്തിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ, അവിടെ പ്രോപ്പർ ആയിട്ട്, അതായത് ഇപ്പോ ഇലക്ട്രിസിറ്റി ആയാലും, അതായത് വയറിങ് ചെയ്യുന്ന കാര്യത്തിലായാലും, അതുപോലെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ട വാട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, എന്ത് തന്നെയായാലും എന്താണ് നമ്മൾ കൂടുതൽ എന്താ ചെയ്യുക, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അത് കൺഫോർമേഷൻ, അതായത് കൺഫേം ചെയ്തിരിക്കണം അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, കുട്ടികൾ സേഫ് ആണ്, അവർ സുരക്ഷിതരാണ് എന്നുള്ളൊരിത് ഉറപ്പുവരുത്തിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ റിപ്പയറിംഗ് ഐറ്റംസ്, എന്തെങ്കിലും അവിടെയുള്ള ഐറ്റംസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പോ ചില സ്കൂളുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അതായത് ചില ഫാനുകളൊക്കെ ഓടുമേഞ്ഞ കെട്ടിടങ്ങളാണ് കേട്ടോ, ഫാനൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ കട ശബ്ദമൊക്കെ കേൾക്കാം. ഓക്കെ, അതായത് കുറച്ചും കൂടി ഡേഞ്ചർ ആണ് ആ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല്. ഏത് സമയം എന്ത് ചെയ്യാം, ചിലപ്പോൾ പഴയൊരു കെട്ടിടമാണ് അല്ലെ, എത്രമാത്രം അതിന്റെ ആ ഒരു ഷെൽട്ടറിങ് എന്ന് പറയുന്നത് സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചിലപ്പോൾ തലയിൽ വന്ന് വീഴാ ഫാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക. പിന്നെ സ്കൂളിലുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ എന്താണ്, അത് കറക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾ വരിക അല്ലെ, പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റോ ഫാനോ ഒക്കെ ഇടുകയാണെങ്കിൽ ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയ്ക്ക് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ എന്താ പറയാ, സ്കൂളിന് ചുറ്റും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിച്ചിട്ടുള്ള മരങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വേര് ഇതായിട്ടുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് അവിടുന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഡേഞ്ചർ ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻ വരാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, മുൻകരുതലുകൾ എടുക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സിന്, അതായത് ഇപ്പൊ എന്ത് ഉപകരണങ്ങളായിക്കോട്ടെ, എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഒരു ക്ലാസ് റൂമിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സ്കൂളിനെ സംബന്ധിച്ചുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ കുട്ടികൾ കളിക്കുന്ന പ്ലേ ഐറ്റംസ്, ഓക്കെ, അതായത് കുട്ടികൾക്ക് എന്താണ്, ഇപ്പോ KG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കളിക്കാനായിട്ട് ധാരാളം പ്ലേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ അവിടെ. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, കുട്ടികൾ അതിൽ കയറി ഇരുന്നാൽ കുട്ടികൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കാണുന്നതാണ് അല്ലെ, KG സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും അവർക്കൊരു റൗണ്ട് ഉണ്ടാവും അല്ലെ, അതായത് കളിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയമുണ്ട് അവർക്ക് അവിടെ. അപ്പോ എന്താ പറയാ, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില സ്കൂളുകളിൽ, ചില സ്കൂളുകളിൽ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ എന്താണ്, അവിടെ ആ സ്ലൈഡിന്റെ ആ ഒരു ഇതിലൊക്കെ എന്താണ് വല്ലതും എന്താണ് എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ടോ, അവര് കൂടുതലും സേഫ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. എക്സാമ്പിൾ മുഖേന ഞാൻ പറഞ്ഞതാണിത്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനമായാലും അത് സേഫ് ആണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബെഞ്ച്, അതുപോലെ തന്നെ കസേര. ഓക്കെ, ഇപ്പൊ ബെഞ്ച് കസേര അല്ല, കൂടുതൽ ഡെസ്കുകളും കാര്യങ്ങളും, ബെഞ്ച് ഡെസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വല്ല ഒടിവ് പറ്റിയിട്ടുണ്ടോ, ഇപ്പൊ ഒരു കാല് പോയ ഡെസ്ക് ആണോ അല്ലെങ്കിൽ ഒരു കാല് പോയ ബെഞ്ചാണെങ്കിൽ എന്താ സംഭവിക്കുക, കുട്ടികൾ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ വീഴും അല്ലെ. അതുപോലെ തന്നെ ബോർഡ് ഇരിക്കുന്നത്, ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ ആ ബോർഡ് ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണോ, കൂടുതൽ വൈറ്റ് ബോർഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ സ്കൂളുകളിൽ കാണപ്പെടുന്നത്. എന്നിരുന്നാലും ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന സ്കൂളുകളും ഉണ്ട്. അപ്പൊ അതിരിക്കുന്ന ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി ചില സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പരമ്പരാഗത രീതിയിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ഡസ്റ്റർ ഉപയോഗിക്കുന്ന രീതി, ഓക്കെ, നമുക്കറിയാം ചോക്കാണ് അല്ലെ, ചോക്കാണ്. അപ്പൊ ചോക്ക് ഉപയോഗിക്കുമ്പോൾ അത് മായ്ക്കുമ്പോൾ എന്താണ്, നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കുട്ടികളിൽ അലർജിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും ആ ഒരു ചുമ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഓക്കെ, ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് മാച്ചു കഴിയുമ്പോൾ അത് കുടഞ്ഞു കളയാനായിട്ട് ശ്രമിക്കുക. പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം, അത് നന്നായിട്ട് തട്ടിക്കളയാനായിട്ട് ശ്രമിക്കുക. ദെൻ അത് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
അതുപോലെ തന്നെ വിൻഡോസിന്റെ കാര്യം, ജനാലകളുടെ കാര്യം. അതായത് ഇപ്പോൾ ഗ്ലാസ് വിൻഡോ ഉള്ള സ്കൂളുകളുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ ഗ്ലാസ് വിൻഡോ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണ്, കുട്ടി എന്താ പറയാ ചിലപ്പോൾ അതിനടുത്ത് നിന്ന് എന്തെങ്കിലും എറിയുകയോ അല്ലെങ്കിൽ എന്താ പറയാ പുറത്തുകൂടി കൈയിടാനൊക്കെ ശ്രമിക്കുകയോ ചെയ്താല് അത് കുട്ടിക്ക് അത്ര സേഫ് അല്ല, അല്ലെ? അപകടം ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയും ചില സ്കൂളുകളിൽ, ഫയർ അല്ലെ, ചിലപ്പോ നമുക്ക്, അതായത് ഇപ്പോ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോ സാധാരണ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കഞ്ഞിപ്പുരയെന്നൊക്കെ എന്താണ്, കഞ്ഞി വെക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ലീക്കേജും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. കൂടുതലും നോർമൽ സ്കൂളുകള്, സാധാരണ സ്കൂളുകളാണെങ്കിൽ അവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, ഭക്ഷണം. അപ്പൊ ഫയറും കാര്യങ്ങളൊക്കെ എന്താണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ്. ഓക്കെ. അതായത് സ്കൂളില് ഭക്ഷണത്തിന്റെ ആയാലും ഫുഡിന്റെ ആയാലും ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്ന എന്ത് തന്നെ ആയാലും, ഇപ്പൊ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള വേസ്റ്റ് റിമൂവൽ, അതായത് അത് റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് എന്താ പറയാ വേസ്റ്റ് റിമൂവ് ചെയ്യുകയോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവിടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്കൂളില്, അതായത് ക്ലാസ്സില് കുട്ടി പിന്തുടരേണ്ട ചില ഇതുണ്ട്. അതായത് ഭക്ഷണക്രമത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങി അത് ആ കുട്ടി എന്താണ് പാത്രം കഴുകി വെക്കുന്നവരെ അല്ലെങ്കിൽ ആ വേസ്റ്റ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചില കുട്ടികളുണ്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കോമ്പൗണ്ടിൽ തന്നെ വേസ്റ്റ് വലിച്ചെറിയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല, അല്ലെ? എല്ലാ സ്കൂളുകളിലും എന്ത് വെച്ചിട്ടുണ്ട്, ഓരോരോ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്, അതായത് വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ കുട്ടികളോട് പറയാ, അതിനകത്ത് തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, ഫുഡ് വേസ്റ്റേജ് ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറയുക. ദെൻ എന്താണ് പറയാ, പാത്രം കഴുകിയിട്ട് ബാഗിൽ തിരിച്ചു വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികൾ ആദ്യമേ തന്നെ പരിശീലിപ്പിക്കുക. പിന്നെ ഇതുപോലെ മിഠായി, അതുപോലെ ചോക്ലേറ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത ചില കുട്ടികളുണ്ട്, ചിലവരെ കാണാറുണ്ട്. അവര് ഇപ്പൊ സ്കൂളുകളിൽ അങ്ങനെ അലൗ ചെയ്യില്ല, അനുവദിക്കില്ല പുറത്ത്, അതായത് ഗേറ്റിന് കോമ്പൗണ്ടിന് പുറത്ത് കിടക്കാനായിട്ട് അനുവദിക്കില്ല. ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പോലീസ്. എന്നിരുന്നാലും ചില കുട്ടികൾ ഇപ്പോ ടീച്ചേഴ്സിനെ കാണാതെയോ അല്ലെങ്കിൽ ഗേറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വെട്ടിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പുറത്തു പോവാറുണ്ട്. പുറത്തു പോയിട്ട് ഈ പാക്കറ്റ് ഫുഡൊക്കെ എന്താണ് വാങ്ങിച്ചിട്ട് അകത്തേക്ക് വരും. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും, ആ പാക്കറ്റും സാധനങ്ങളൊക്കെ എന്താണ് പുറത്തേക്ക് വലിച്ചെറിയും, അല്ലെ? യാതൊരു ഇതുമില്ലാതെ പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയും. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ കൂടുതലായിട്ട് അവെയർ ചെയ്യുകയോ പുറത്തുനിന്നുള്ള ഭക്ഷണം വാങ്ങാതെ അങ്ങനെയുള്ള കാര്യങ്ങള് കൂടുതലായിട്ടും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. അകത്തുനിന്ന് തന്നെ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഫുഡ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം പറയാം. നമുക്കറിയാലോ ഇപ്പോ ടീച്ചേഴ്സ് ഇപ്പോ നമുക്കറിയാവുന്നതാണ്, PTA മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ടീച്ചേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ്, ആൺകുട്ടികളുടെ ബാഗ് പ്രത്യേകം പരിശോധിക്കാനായിട്ട് പറയാറുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? യെസ് മാം. എന്തുകൊണ്ടാണ് പരിശോധിക്കാനായിട്ട് പറയുന്നേ? ആൺകുട്ടികളുടെ ബാഗ് അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരൊന്ന് പരിശോധിക്കാൻ പറയാറുണ്ട് പാരന്റ്സ്. ചിലപ്പോ എന്തെങ്കിലും സിഗരറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് പോലെ ചെറിയൊരു, ഇപ്പൊ എല്ലാ രീതിയിലും കിട്ടുന്നുണ്ടല്ലോ, അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്, ഇപ്പൊ ആ കുട്ടികൾ അറിഞ്ഞിട്ടല്ല, അറിയാതെ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ കാരിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നത്. ചെക്ക് ചെയ്യാൻ പറയണം, അങ്ങനെയാണ്. അതായത് നമുക്ക് ചിലപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അറിയാതെ ബാഗിൽ കൊണ്ട് വെക്കാം. അല്ലെങ്കിൽ എന്താണ് പല ഇതില് മിഠായി രൂപേണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ, നമ്മളിപ്പോ കുട്ടികൾക്ക് ധാരാളം ഇഷ്ടമാണ് ഷേക്ക് എന്നൊക്കെ പറയുന്നത്, അല്ലെ? ഷേക്ക് ഒക്കെ മുഖേന ചില എന്താ പറയാ സ്കൂളിന്റെ അവിടെയുള്ള കടകളിൽ ഷേക്ക് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഷേക്ക് അവിടെ അവൈലബിൾ ആകുന്നില്ല ചില സ്കൂളുകളുടെ അടുത്തൊക്കെ. കാരണം എന്താ, ഇതിലൊക്കെ എന്താണ് മിക്സ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇത് എത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോ അതൊക്കെ എന്താണ് സ്ട്രിക്ട്ലി അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് കുട്ടികളെ കൂടുതലും, അതായത് എന്ത് തന്നെ ഹിപ്പ് പോലെയുള്ള സാധനങ്ങള്
ആ. അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. സിപ്പപ്പ് പോലുള്ള സാധനം. ആ, ശരിയാണ്. പിന്നെ കൂടുതലും ഇപ്പൊ വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട് റൗണ്ട്സ്, അതായത് ഒരു എന്താ പറയാ, എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഓരോ ദിവസവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കൂളുകളുടെ ഫ്രണ്ടില്, അതായത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഇവര് വന്നൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. മിക്ക സ്കൂളുകളിലും അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത് കേട്ടോ. ഇത് കൂടുതലും ഇതിന്റെ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ കുട്ടികളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നു, അവരെ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, സ്ട്രിക്ട്ലി ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മുമ്പൊക്കെ ആയിരുന്നു കുട്ടികള്, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകാം ഇന്റർവെല്ലിന്റെ സമയത്ത്, പിന്നെ തിരിച്ചു വരാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഗേറ്റിന്റെ പുറത്തോട്ട്, അതായത് ആ കോമ്പൗണ്ടിന്റെ പുറത്തു പോവാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. പിന്നെ ചില കുട്ടികളുടെ വീടൊക്കെ അടുത്തായിരിക്കും. അപ്പൊ അവർ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ചിലപ്പോ ആ ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ നിന്നായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയും അനുവദിക്കുന്നില്ല, പോകാനേ പാടില്ല. രാവിലെ വന്ന് ആ ഒരു ഫസ്റ്റ് ബെല്ലടിച്ച്, സെക്കൻഡ് ബെല്ലടിച്ച്, ദെൻ ഈവനിങ് ആ 4 മണി ടൈമില് ഫൈനൽ ബെല്ലടിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ പുറത്തേക്കായിട്ട് വിടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് സ്കൂൾ മെയിൻ്റെനൻസും കാര്യങ്ങളിലും കൂടുതലായിട്ട് പറയുന്നത്. ഈ ഒരു കെട്ടിടത്തിന്റെ കൂടുതൽ സേഫ്റ്റിയാണ് അതിനകത്ത് നോക്കുന്നത് കേട്ടോ. കെട്ടിടം നല്ല രീതിയിൽ സേഫ് ആയിട്ടിരിക്കുക കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ദെൻ ഓഫീസ് മെയിൻ്റെനൻസ് ആണ് മൂന്നാമത്തത് വരുന്നത്. ഓഫീസ് മെയിൻ്റെനൻസ് ആണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് എന്ത് തന്നെയാ, ഓഫീസ് മെയിൻ്റെനൻസിൽ വരുന്നത് ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോ ടീച്ചേഴ്സിന്റെ രജിസ്റ്റർ ബുക്ക്, അവരുടെ ഒരു അറ്റൻഡൻസ് ബുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രവേശന രജിസ്റ്റർ ഉണ്ടാകും. അതൊക്കെ ഈ ഒരു ഓഫീസ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട്. പിന്നെ ഓഫീസ് മെയിൻ്റെനൻസിൽ ആ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. എക്യുപ്മെന്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ സേഫ്റ്റി. അത് കൂടാതെ വരുന്നതാണെന്ന് ഞാൻ ഈ പറയുന്ന പ്രവേശന രജിസ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, അതായത് അവിടെ വരുന്ന ആളുകൾക്ക്, അവിടെ വരുന്ന വിസിറ്റേഴ്സിന് അവരുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാകും. ദെൻ ഈ ടീച്ചേഴ്സിന് ഒരു ബുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂള്, അതായത് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കുറെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ബുക്സും കാര്യങ്ങളും, അതായത് കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ കുട്ടികളുടെ വിവരങ്ങൾ, അഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള വിവരങ്ങളും, ടീച്ചേഴ്സിന്റെ വിവരങ്ങള്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അവിടെ വരില്ലേ ഓഫീസില്, ഓഫീസ് മാനേജ്മെന്റ്? ഏതാണ്? ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസ് വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമുക്ക് അടുത്തൊരു പേജിൽ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറഞ്ഞ ടൈപ്സ് ഓഫ് ക്യാൻവാസിങ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള ക്യാൻവാസിങ് ഉണ്ട്, അതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ എടുത്തത് ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ച്? അല്ലേ? ഓക്കെ, എന്നാലും ഒരു ആക്ഷൻ സോങ് പെട്ടെന്ന് ഒരാളൊന്ന് ചെയ്തേ. ആക്ഷൻ സോങ്, ഒരു ആക്ഷൻ സോങ് ചെയ്യോ? മുബീനെ ചെയ്യോ ഒരു ആക്ഷൻ സോങ്? അയ്യോ മാം, ഞാന് ഇപ്പൊ ചെറിയ അവന് ഞാൻ വെറുതെ ചൊല്ലിക്കൊടുക്കായിരുന്നു, അപ്പൊ അവന് തിരിച്ചു ചൊല്ലി. ആണോ? ഓക്കെ, ലിൻഡ എൽദോസ്, ലിൻഡ ഒരു ആക്ഷൻ സോങ് ചെയ്യോ? ആക്ഷൻ സോങ് ഇപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല മാം. ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ? ചെയ്തിട്ടുണ്ട് ജിഷ മാമിന്റെ ക്ലാസ്സിലും മറ്റേ ശരണ്യ മാമിന്റെ ക്ലാസ്സിലും. അപ്പൊ എന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല അല്ലെ? ഓർക്കുന്നില്ല. ഓക്കെ, പിന്നെ ആരാ ചെയ്യാ ഇനി? രാഖി സനൽ ചെയ്യോ? രാഖി സനൽ
ചെയ്തതാ. കുഴപ്പമില്ല, ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലോ? ഓക്കെ. അമൃത ചെയ്യോ? മാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആരും വില്ലിങ് അല്ല ചെയ്യാനല്ലേ? അടുത്ത ക്ലാസ്സിൽ രാഗി സനല് ചെയ്തിട്ട് വന്നോ കേട്ടോ ആക്ഷൻ സോങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ 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 മാം. മാം. ഓക്കെ മാം. ഓക്കെ താങ്ക് യു താങ്ക് യു. താങ്ക് യു Bye. മാം. Good night. Bye.